വാഹനത്തിന്റെ പാർട്സുകളിലെ തുരുമ്പ് നീക്കം ചെയ്യുന്ന പ്രോഡക്റ്റുമായി ഓരോരോ ഏരിയയിലെത്തുകയാണ് മാർക്കറ്റിംഗ് ടീം. സതീഷൻ സാറല്ലേ ഇതിന്റെ ഇതായിട്ട് വന്നതാണ്. ഞാൻ സോണൽ മാനേജറാണ്. നമ്മുടെ മറ്റേ ഡീപൂളിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, വാഷിംഗിന്റെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പ്രോഡക്റ്റിന്റെ ഡെമോ എന്ന രീതിയിൽ പ്രോഡക്റ്റ് പരിചയപ്പെടാൻ ആഗ്രഹിച്ച കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ പ്രാങ്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സ്ത്രീയെയും കൊണ്ട് ഓ മൈ ഗോഡ് സംഘം എത്തുകയാണ്. ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന വീട്ടിൽ പ്രോഡക്റ്റ് പരിചയപ്പെടാൻ എത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കുരുക്ക് എന്തായിരിക്കും? കാണാം ഇന്നത്തെ ഓ മൈ ഗോഡ്. നീ നന്നാലും വരുമോ? നീ ഇത്ര സമയമായിരുന്നു. റേഡിയേറ്റർ വെള്ളം ഒഴിച്ചോ? രാവിലെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിച്ചോ? ഞാൻ ഒഴിച്ചില്ല. അവന് വെള്ളം കൊടുത്തില്ലേ? അപ്പോ ചേട്ടന് കൊടുത്തുവിടായിരുന്നോ? ഹായ് സർ. ഹായ് മാഡം. ഇവിടെ പോവാൻ വേണ്ടി നിൽക്കുന്നു. സാർ ഞങ്ങൾ ഡീപൂളിൽ നിന്ന് വരികയാണ്. സാർ ഒരു എൻക്വയറി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാൾ മുന്നേ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻക്വയറീസ് ഒരുപാട് വരുന്നത് കൊണ്ട് ഇപ്പോഴാണ് അതിന്റെ വന്നത്. ഞങ്ങളുടെ മാഡം ആണത്. ഞങ്ങള് ബോംബെ ആണ്. സാറിന് അറിയാം. അപ്പോ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പോ ഒരുപാട് ടൈം എടുക്കില്ല, എനിക്കറിയാം. അവിടെ ലേറ്റ് ആവൂലേ? അല്ല, ഒരു 10 minutes. എൻ്റെ ഒരു ആങ്ങളുടെ മോളുടെ ജാതകം കൈമാറ്റം. അപ്പൊ അതിന് അങ്ങോട്ട് പോകണം. അങ്ങനെ അപ്പൊ കുഴപ്പമില്ല. ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതില് വാഷിംഗ് ആണ് മെയിൻ ആയിട്ട്, പിന്നെ റെസ്റ്റ്, അതായത് തുരുമ്പ്. ഞാൻ ഈ റബ്ബ് ചെയ്യുന്ന സംഭവം കൂടെ സ്ക്രബ് അതുണ്ട്. അതുപോലെ തന്നെ ഈ റെസ്റ്റ് ഉണ്ടല്ലോ, തുരുമ്പൊക്കെ ഇപ്പൊ സാറിന്റെ വെഹിക്കിളിലാണെങ്കിൽ നല്ല തുരുമ്പുണ്ട് അല്ലേ മാഡം? പറഞ്ഞു കൊടുക്കാം. തുരുമ്പ് മാറ്റാൻ വേണ്ടിയുള്ള അടുത്ത പറഞ്ഞു തുരുമ്പ് ഇളക്കണ്ടേ സ്ക്രബ് ചെയ്യുമ്പോ? അല്ല അല്ലാതെ വേറെ തുണിയൊക്കെ വെച്ചങ്ങനെ തുടച്ച് ഇത് സ്ക്രബ് ഇങ്ങനെ അടിച്ചിട്ട് ചെറുതായി തുടച്ചങ്ങ് പോയാൽ മതി. അത് നമ്മള് വെള്ളം വെച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റെസ്റ്റ് മൊത്തം റിമൂവ് ആയി പോകും. ആളിന്റെ മോനെ പോലെയാണ് നോക്കുന്നത്. നീ സംസാരിക്കാ ചേർന്ന് എടുത്തിട്ട് ഇവക്ക് ഇപ്പോൾ പറഞ്ഞില്ല, അവർ താറിൽ പോകാൻ അവിടെ സ്ക്വാഡ് അടപ്പുണ്ട്, അതിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. അത് ഗോഡൗണിലാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഇവിടെ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. റോഡ് ഇത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടേ വണ്ടിയുടെ അടിപ്പാകം തട്ടും. ഇപ്പോൾ ഇവക്ക് ഇതിൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ജൗളിക്കടയായിരുന്നു, തുണി വിൽപ്പനയായിരുന്നു പണ്ട്. തുണി വിറ്റ് അങ്ങനെ ഞാൻ പിന്നെ വീട് തുറന്നുകൊണ്ട് തുണി കൊടുത്തിട്ട് ബൈക്കിൽ കൊണ്ടുവരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഈ വണ്ടി എടുത്തു. ഇതിൽ നിന്നാണ് എൻ്റെ വളർച്ച മൊത്തം. ഇപ്പോൾ എനിക്ക് ദുബായിൽ, അബുദാബി, പിന്നെ ബഹ്റിൻ, ഇപ്പോൾ 3 എനിക്ക് 6 ഷോപ്പുണ്ട്. ഇവക്ക് ഭയങ്കര പുച്ഛമാണ് ഈ കാരണം കാണുമ്പോഴേ. ഇത് ഞാൻ എന്റെ മോനെ പോലെ കൊണ്ട് നടക്കുന്നതാ. മക്കളുണ്ടോ? ഇല്ല. മക്കളുണ്ട്. 2 പേര്. അപ്പൊ 3 മക്കള്. അല്ല, ഇതാണ് മെയിൻ. കണക്കിലില്ല, ഇതാണ് മെയിൻ. അവരെ പുറത്ത് പഠിക്കാൻ പോയിരിക്കുക. അപ്പോൾ ഞാൻ അവരെക്കാളും ഉറങ്ങുന്നത് എന്റെ മോന്റെ കൂടെ. ചില ദിവസം രാത്രിയിൽ ഞാൻ നോക്കുമ്പോ കാണത്തില്ല. ഇതിനകത്ത് വന്ന് കിടന്നുറങ്ങും. അപ്പൊ ചോദിക്കാൻ പറയാം എനിക്ക് എന്റെ മോന്റെ കൂടെ കിടക്കണം എന്താ പറയുന്നത്. മാഡം ഞാൻ റൂമിൽ കിടക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാഡത്തിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഇപ്പൊ എന്താ വാഷ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഇപ്പൊ തുരുമ്പിന്റെ റെസ്റ്റിന്റെ ആയാലും എന്താന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. അപ്പൊ മാഡം പറഞ്ഞു തരും. എനിക്ക് 2 കാര്യങ്ങൾ 3 കാര്യങ്ങൾ എനിക്ക് കേട്ടാൽ മതി. എനിക്ക് ആദ്യം പറയുന്നത് എന്റെ മോന് പനി വരുമെന്ന് അറിയണം. അതായത് ഉദ്ദേശം മനസ്സിലായെന്താണ്? എന്റെ മോനെ കുളിപ്പിക്കണം. അതായത് നിങ്ങൾ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ അതിന് ജലദോഷം എന്നൊരു സാധനം വരരുത്. ഒരിക്കലും ഒരു സംഭവമായിട്ട് ഒരു പ്രശ്നം വരുന്നത്. 2, ഈ ആണിരോഗം മാറ്റുമ്പോൾ, എന്റെ മോനുള്ള ആണിരോഗം മാറ്റുമ്പോൾ, ആണിരോഗം മാറ്റുമ്പോൾ അതനുസരിച്ച് അതിനകത്ത് എന്തെങ്കിലും ലേപനം എന്തെങ്കിലും ഒന്ന് നൈസായിട്ട് പുരട്ടാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യാം. കാരണം അവന് വേദനിക്കാനുള്ള ഇട ഉണ്ടാക്കും. കാരണം ഈ ചില ആൾക്കാർ ഈ കത്തിയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ അടിച്ച് ഓരോ വീലിന്റെ ഓരോ ഇതുണ്ടല്ലോ അതിൽ മൊത്തം ഇങ്ങനെ അടിച്ചാൽ മതി.
മാഡം ഒരു 10 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതില്. എന്നിട്ടാണ് സംസാരിക്കുക എത്ര പാട്. അല്ല അങ്ങനെയല്ല, മാഡം ഹെഡാണ്, അപ്പൊ അതിൻ്റെത് ഇങ്ങനെ പോവാറില്ല. ഓഫീസിൽ തന്നെയാണ്. സോറി സാർ. ചേട്ടനെ കുളിപ്പിക്കോ? സോറി. മോനെ ഇരുന്ന് ഇത്രയും നേരം കുളിപ്പിക്കാന്ന് അവന്റെ ദേഹത്ത് വീഴുന്ന വെള്ളം ആയതുകൊണ്ടാണ് ഞാൻ പ്രശ്നമല്ല, എനിക്ക് ഇവിടെ ദേഷ്യം വരുന്ന ഒരാള്. ഇങ്ങനെയല്ലേ മാഡം? ഇങ്ങനെ ചൂടാണെന്ന് തോന്നുന്നു. ചൂടാണെന്ന് തോന്നുന്നു. ഇത് വണ്ടി എടുത്തായിരുന്നോ? ഇന്ന് എടുത്തിട്ടില്ല. അതെ അതെ. ചേട്ടോ, വണ്ടി ചേട്ടന്റെ മോൻ നിന്ന് പുകയുന്നുണ്ട്. ചിലപ്പോ വണ്ടി എടുത്തിട്ട് കൊണ്ടിട്ടായിരുന്നോ സാർ? ഞാൻ വണ്ടി എടുത്ത് 2 ദിവസം. എന്തുപറ്റി? അത് ചൂടായതിന്റെ ആയിരിക്കും. ആർക്ക് ചൂടായത്? അതിന് വണ്ടി എടുത്തില്ലല്ലോ ചൂടാവാൻ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഒരാഴ്ചയായി. പിന്നെ എങ്ങനെ ചൂടാവുന്നത്? വെള്ളം അടിച്ചേ. അതെങ്ങനെ അടി? എന്താ മോനോടാ മക്കളെ, വൃത്തിയുടെ സ്മെല്ലും കത്തോ ഇത് പോകുന്നില്ല. നിങ്ങൾ ഈ ഇതിലെ അടിച്ചേ? അതിലടിച്ച് ഒരു സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും ഒരു അഴുക്കാണ് സാർ, അഴുക്കാണ്. എന്റെ ദൈവമേ, ഇതെന്തോ നമ്മളിവിടെ ഈ വീലിലാണ് മാഡം അടിച്ചത്. ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങളല്ലേ ഇതിപ്പോ ഇത് അടിച്ച സ്പ്രേ? നിങ്ങളല്ലേ അത് മറ്റേ ഇതില്ലേ? ഇപ്പൊ ഇതിന് പോകരുത് നടന്നാ എന്റെ മക്കളെടാ. എന്റെ ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ ഇവിടെ ഒന്നും ഒരാളും പോകൂല. എന്താ ഈശ്വരോ, എനിക്കാണ് ശ്വാസം മുട്ടും. നിങ്ങൾ എന്തോ അടിച്ചത്? അത് എന്തോ സാധനം? ഹലോ, നിങ്ങളാണ് ചോദിക്കണേ, അത് എന്തോ സാധനം? അത് വണ്ടി. അതെ വണ്ടി, അത് പേരെന്ന് പറഞ്ഞു ഞങ്ങള്. അതെ പേര് പറഞ്ഞേ. പിന്നെന്ത് ഭയങ്കര സ്മെൽ. അങ്ങനെ ഒഴിച്ചില്ലല്ലോ, ഇവിടെ അല്ലേ ഒഴിച്ചത്. നിങ്ങൾ അടിച്ചത് ബോഡി തെറിച്ചാണ്. അതെ, അങ്ങൊന്നും തെറിച്ചില്ല. ഇതിലല്ലേ അടിച്ചത്? പിന്നെ ഇതിലെല്ലാം അടിച്ചു. പിന്നെ അതിലാരടിച്ചു? ഇത് മൊത്തത്തിൽ താങ്കൾ പ്രശ്നമുണ്ടല്ലോ. എന്തോന്ന് പ്രശ്നം? എന്തോന്ന് പ്രശ്നം? കാര്യം എന്ത്? പ്രശ്നം എന്റെ ഈ വണ്ടി തെറിച്ചിട്ട് മാഡം പറഞ്ഞു. നിങ്ങൾ 10 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നൊക്കെയല്ലേ പറഞ്ഞത്? അതിന് അങ്ങ് ഒഴിച്ചില്ലല്ലോ, ഇവിടെയാണോ? നിങ്ങൾ സ്പ്രേ ചെയ്തപ്പോ തെറിച്ചാണെങ്കിൽ മോഡിയില് തെറിച്ചൊന്നുമില്ല. ഞാൻ പതുക്കെ പിന്നെ എങ്ങനെ ഇപ്പൊ പോകേ? ഈ പോകാത്തത് കാര്യം അതെനിക്കറിയാൻ പാടില്ല. അതറിയാൻ പാടില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ ഇത്ര വർഷമായിട്ട് ചെയ്യണം, 10 വർഷമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നല്ലേ പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിന്റെ കുഴപ്പമില്ലായിരുന്നു. അല്ല, ഞാൻ വർഷം ബേസ് വിളിക്കാം. മേശി ഇവിടെ ഉണ്ടോ? ഹലോ, കേട്ടോടെ മേശി? ഒന്നുകൂടെ പറയാം. എവിടെ ഇരിക്കുന്നേ? ഞാൻ നിന്റെ വീടിന്റെ ഇപ്പുറം നമ്മുടെ സദാശിവന്റെ കാർ നോക്കാൻ വന്നത്. കാർ അവിടെ ഉണ്ടോ മേശി? മേശി ഒന്ന് എന്റെ വീട് ഒന്ന് വരാമോ? ഒന്ന് ഇങ്ങോട്ട് വരാമോ? ഒരു 2 സ്ത്രീകളോട് വന്നിട്ടേ ഞാനൊരു ഷാമ്പിന് ഓർഡർ ചെയ്ത് തന്നു. ഒരു വണ്ടി എന്റെ മോനെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി, അത് കുളിപ്പിക്കാൻ വേണ്ടി. ഒരു സ്ത്രീ വന്നിട്ട് എന്തോ വാരിയിൽ അടിച്ചത് മൊത്തം പുകയും പ്രശ്നമായി. ഇപ്പൊ അവര് പറയുന്നത് അവരൊന്നും ചെയ്തിട്ടില്ലാന്ന്. ചേട്ടാ സ്മെല്ലും ഉണ്ടോ? ശരി മേശി, ഒന്ന് വന്നേ. പയ്യന്റെ അവിടെ കാറിൽ ആരോ എന്തോ പ്രശ്നമാക്കി. ഞാൻ ഒന്ന് നോക്കിട്ട് വന്നിട്ട് ഈ കാർ നോക്കാമേ. മേശ്രീ, ഈ 2 സ്ത്രീകളോട് വന്നു. ഞാനൊരു ഓൺലൈനിൽ ഒരു ഷാമ്പു ഓർഡർ ചെയ്തു എന്റെ മോനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി. പിന്നെ അവനിച്ചിരി ഈ കാലില് മറ്റേ ആള് രോഗത്തിന്റെ സംഭവം ഉണ്ടല്ലോ, അത് റെഡിയാക്കാൻ വേണ്ടി ആളെ ആക്കിയിരുന്നു. ഇവർ 2 വന്ന് 10 വർഷം എക്സ്പീരിയൻസ് എന്ന് പറയണു. ആര് ഇവര്? സ്പ്രേ ചെയ്തു. സ്പ്രേ ആയിട്ട് മൊത്തം വെള്ളം കൊണ്ട് നനച്ചപ്പോൾ അത്രയും പുക. എന്ത് സംഭവം? ഇത് എന്റെ മാഡമാണ്. ഞങ്ങള് ഈ നമ്മുടെ കാർ വാഷിന്റെ കാർ വാഷിന്റെ ഞാനൊരു കാര്യം പറഞ്ഞു. അതിനടിയിലേ മേഡം അങ്ങോട്ട് അല്പം നീങ്ങും. അതിനടിയിൽ കിടക്കണം എന്താണെന്ന് നോക്കണം. എന്താണ്ട് ഈ സൈഡിൽ എന്താണ് കെട്ടിത്തൂക്കിട്ട് അതിൽ വെള്ളം വീഴുന്നപ്പോ പോഞ്ഞതുപോലെ വന്നു. ഞാൻ ജപിച്ച വർഷങ്ങൾ കൊണ്ടിട്ടേക്കണത്. ഇത്രയും ദിവസം ഞാൻ കുളിപ്പിക്കാട്ടില്ല എന്റെ കൊച്ചിനാ. ഇല്ല മേഡം,
അത് തന്നെ അതില് വെള്ളം വീണപ്പോ അത് ഇനി വന്നതാണ്. അല്ല അതെന്തോന്ന് മാറി നോക്കാം. അത് കാരം ചേച്ചി. വെള്ളം വരൂല. നിങ്ങളെ ചെയ്ത് മാഡമാണ് ചെയ്തത്. അയ്യേ നിങ്ങൾ ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ മാഡം? സാർ അങ്ങനെയല്ല, ഇത് വർഷങ്ങളായിട്ട് ഇട്ടേക്കുന്നത് പുകയണമെങ്കിൽ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അല്ലെന്നങ്ങ് പറഞ്ഞ് സ്ഥാപിക്കണം. അല്ല ഞാൻ കാര്യം പറയട്ടെ. ഇതേണ്ട ഇവിടെ ഈ തുരുമ്പ് മാറാൻ വേണ്ടി ഇത് ടയറ് ടയറിന്റെ ഈ സൈഡ് ഇവിടെ ഇങ്ങനെ ഒഴിച്ചു ഇതായിരിക്കുന്ന സാധനം കണ്ടല്ലോ. ഇവള് വെള്ളം അതായത് ഇത് നമുക്ക് ഇരുമ്പൊക്കെ പറഞ്ഞോട് മാഡം. ഇരുമ്പെല്ലാം തുരുമ്പ് മാറ്റണ സാധനം. അപ്പോഴേ ഇതില് ഞാൻ ഒഴിച്ചിട്ട് ഞാൻ മാറി. അപ്പൊ ഈ മേഡം വെള്ളം ഞാൻ ഒഴിച്ചു. സാറിന് മനസ്സിലായോ? വെള്ളം ഒഴിച്ചപ്പോ ഈ ബാക്കിൽ നിന്ന് അതല്ലേ വെള്ളം വീഴുന്നില്ലേ, അതിൽ നിന്ന് ഇങ്ങനെ പുക വല നിങ്ങൾക്ക് അറിയില്ല ഞാൻ വെള്ളം ജപിച്ചിട്ടേക്കുന്ന വെള്ളം എന്നാ പോഞ്ഞ കല്ല് അങ്ങനെ പോയി കണ്ട ആ സ്മെല്ല് കണ്ട അതിന്റെ ഇതിനകത്തുള്ള ജാക്കറ്റിന്റെ ഫ്രിച്ച് ഇല്ലേ, ആ ഫ്രിച്ച് ഇങ്ങോട്ട് മാറി. ഫ്രിച്ച് ഇങ്ങോട്ട് മാറിയപ്പം സ്റ്റെഡിപ്പ് അങ്ങോട്ട് കയറി. കണ്ട സ്റ്റെഡിപ്പ് കണ്ട ഓട്ടോമാറ്റിക് ആയത്. അതായത് ഫ്രിച്ച് ഇങ്ങോട്ട് മാറി. ഫ്രിച്ചിലാണല്ലേ പോകുന്നു. നമ്മുടെ ബാറ്ററിയുടെ കണക്ഷൻ ഇല്ലേ, ഈ ബാറ്ററിയുടെ കണക്ഷൻ ഇല്ലേ, ബാറ്ററിയുടെ കണക്ഷന്റെ താഴെ വന്നിട്ട് ഈ ഫ്രിച്ചിലോട്ട് വന്ന് കയറും. കണ്ട ഇതാ ഫ്രിച്ച് മാഡം കണ്ട ഇത് ഇതാണ് ഇപ്പൊ പോയിരിക്കുന്നത്. എന്റെ അടുത്ത് ചോദിച്ചാ എന്റെ പൊന്നു ചേട്ടാ, മാഡത്തിന് 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അത് ഇതുവരെ ഒരു പ്രശ്നം ഇതുവരെ. ഒരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങൾ ഞാൻ വന്നപ്പോൾ ചോദിച്ചു ഇവർക്ക് കാറ് കത്തിച്ചത് 10 വർഷം വരെ. നിക്ക് ഇങ്ങോട്ട് വരും. അല്ല മേശ നോക്കിയാലത് ഇതിപ്പം വണ്ടി ഇപ്പം ഒന്നി വർക്ക്ഷോപ്പിൽ ഇങ്ങനെ കൊണ്ടുപോകും. എനിക്കൊന്നും അത് അവര് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കത് വണ്ടി തരണം. അല്ല അത് വർഷാപ്പില് സാർ നിക്കണം. അപ്പോഴത് നന്നാക്ക്. കാര്യമൊക്കെ അറിഞ്ഞൂടെ? മാഡം എന്റെ പൊന്നു ചേച്ചി എന്താന്നില്ല, കസ്റ്റമർ പോകും. നമുക്ക് ആ കമ്പനിയിലൊരു പ്രശ്നം എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറഞ്ഞു ഇവിടെ നിന്ന് ഊരാ. അല്ലാതെ നമുക്ക് വിളിക്കും ആരെങ്കിലും. ആരെ വിളിക്കാം ചേച്ചി? എന്തോന്ന് ചെയ്തതില്? ഞാൻ തോന്നിച്ചത് ചേച്ചി അടിച്ചത് വല്ലതും വേറെ അടിയിൽ വല്ലതും? ഇല്ലല്ലോ, ഒന്നും അടിച്ചിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഹോട്ടലിൽ വന്നില്ലേ സാറിനെ ഒന്നും വിളിച്ചത് പറയാൻ പറ്റൂല. എന്ത് പറയാത്തത്? ഉള്ള കാര്യം പറയണ കുഴപ്പമൊന്നുമില്ല. വിളി ചേച്ചി. ആവശ്യമില്ലാത്തടത്തൊക്കെ അടിച്ചു. എന്തിനാ? എന്തോന്ന് ആവശ്യമില്ല. ആരെങ്കിലും കൊണ്ടുവരണ്ടേ ഇതൊക്കെ? ഇത് അറിയാവുന്ന ആള് തന്നെയാണ്. അതിന് വേറെ എവിടെ അടിച്ചു? അവിടെ മാത്രമല്ല അടിച്ചു. സാർ അതെടുത്ത് ഷോർട്ട് ചെയ്ത് നോക്കാം. ഞാൻ നോക്കട്ടെ. വണ്ടി സ്റ്റാർട്ടാവാതെ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഷോക്ക് ഞാൻ വിളിച്ച് പറയട്ടെ. ഇപ്പം എങ്ങനെ ഷോർട്ടാവും? പൈസ ഇപ്പൊ കൊടുക്കും. അപ്പം അല്ല 9,000 രൂപ ഞാൻ വിളിച്ച് പറയാം. നിങ്ങളല്ലേ വന്ന് കയറി ഇതൊക്കെ ചെയ്തത്, എന്നിട്ട് നിങ്ങൾ എന്തോന്നാണ് ഇപ്പൊ കൈ ഒഴിയുന്ന? ഞാൻ കൈ എഴിഞ്ഞിട്ടില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. നിങ്ങൾ എന്തോ ഒരു കുടായ്പ കൊണ്ടുവന്ന് അടിച്ചാ എന്റെ വണ്ടിയില്? കൂടായ്പൊന്നും കൊണ്ടടിച്ചില്ല. പേരെന്തോ നിങ്ങൾ പറയും, നിങ്ങൾ കമ്പനിയുടെ പേര് പറയും. അതുപോലെ ഉണ്ടാ? അപ്പൊ നിങ്ങൾ കള്ള നിങ്ങളല്ലേ? നിങ്ങൾ വണ്ടി അതായത് ഇല്ല, ഞാൻ പോലീസ് കേസാക്കും. സർഗ്യാസടേ ഞാൻ പൊക്കോട്ടെ. ആരും പോണ്ട. ചെയ്ത ആള് നിന്നില്ല. കൊച്ചുവാണെങ്കിൽ പോട്ട്. ഞാൻ പൊക്കോട്ടെ. വെള്ളവും വീത്തിയ നീ അല്ലേ? ഞാൻ മേടല്ലേ അടിച്ചത്? അത് മൊത്തവും അടിച്ചെന്ന് പറഞ്ഞോണ്ട് ഞാൻ പോട്ടാ. എനിക്ക് ആ കൊച്ചിനെ പറഞ്ഞു വിടട്ടോ. അവരല്ലേ മാഡം എന്ന് പറയുന്നത്. എല്ലാരും ബുദ്ധിമുട്ടിക്കണ്ട. ചെയ്ത ആരാണ് അവര് നിക്കട്ടെ. നിങ്ങൾ വീട് ഇറങ്ങി എന്റെ വീട് ഇറങ്ങി എന്റെ വീട് ഇറങ്ങി ഗ്യാറ്റോട്ട് പോകാൻ പറ്റില്ല. വീട് ഇറങ്ങി ഫോൺ കളിക്കും. എന്തിന് നിങ്ങളെ ഫോൺ മാറി മാഡം അല്ലേ ഇതിൽ വർക്ക് ചെയ്യണത്? മാഡം ഫോൺ വിളിച്ചു ഫോൺ മാറി. ഫോണിങ്ങ നിങ്ങൾ ഇത്രയും തെറ്റ് ചെയ്തിട്ട് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ഫോണും തന്ന് നിങ്ങൾ ഇനിയിപ്പോ വല്ലതൊക്കെ വിളിച്ചതാക്കാനാട്ടാ. പോലീസ് വരട്ടെ. വരട്ടെ. ഞാൻ വിളിക്കൂല. നിങ്ങൾ ഞാൻ വിളിക്കൊന്നുമില്ല. എനിക്കാരെയും വിളിക്കാം. നിങ്ങൾ ഫോൺ ആരെയും വിളിക്കാൻ ഫോൺ മേശ്ശേരി പോലീസിനെ വിളിക്കണോ? അല്ല പക്ഷേ അത് ശരിയാക്കിയാ മതിയോ? പിന്നെ സംസാരിക്കാം. ആൾക്കാർ അറിഞ്ഞാ മാനക്കേട്. നിങ്ങൾ എന്തിന് മാഡം അല്ലേ ഇതിലുള്ളത്? വെച്ചോ. ഭയങ്കര ഇത് തന്നെ കേട്ടോ, അഹങ്കാരം തന്നെ ഇത്രയും കാണിച്ചു വെച്ചിട്ട്. അതങ്ങനെയല്ലോ മതിക്കട്ടെ. എന്റെ ഗ്യാറ്റോട്ട് പുറത്തു പോലോ. അതല്ലോ എന്റെ വണ്ടി ഞാൻ പോണില്ല. എന്റെ വണ്ടി കേട്ടോ. എന്തോന്നത്? ആര് വെള്ളം എടുത്ത് വെച്ചാല് ഇതിപ്പം
ഈ അകംഭാവം കാണിക്കുന്നവര് എല്ലാം ഞാൻ ഈ അകംഭാവം കാണിക്കുന്നവര് എന്തിനാണ് സംഭവം, എന്തിനാണ് പറ്റിയത്? ഇത് മാഡം അടിച്ചത് ശരിയല്ല, അതാണ് പ്രശ്നം. ശരി, അത് നേരത്തെ നീ പറയാത്ത ഞാൻ അടിച്ചത് ശരിയല്ല. നീ പറയും പോലെയല്ലേ ഞാൻ അടിച്ചത്. ഒരു കമ്പനി നല്ല നിങ്ങൾ രണ്ടുപേരും വന്നു, നിങ്ങളെ ഒറ്റപ്പെടുത്തി സംസാരിക്കില്ലേ? ഒറ്റപ്പെടുത്തി സംസാരിക്കില്ലേ? അതന്നെ ഞാൻ പറഞ്ഞു, അവൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തി സംസാരിക്കും. തെറ്റ് ചെയ്തെന്ന് പറയണ്ട. അവർ അടിച്ചത് ശരി. വെള്ളം ആരൊഴിച്ചത്? നീ വെള്ളം ഞാൻ ഒഴിച്ചെന്ന് പറയണ്ട. ആര് മരുന്ന് ഒഴിച്ചത്? മരുന്ന് ഞാൻ തന്നെ. നീ എന്നെ ഇങ്ങനെ ഒഴിക്കാൻ പറഞ്ഞേ? എങ്ങനെ ഒഴിക്കാൻ പറഞ്ഞു? കറക്റ്റ് അല്ലല്ലോ ഒഴിച്ചത്, അത് പോയിട്ടില്ലല്ലോ. നീ ആദ്യം പറയാത്തെങ്കിൽ കറക്റ്റ് അല്ലെന്ന് ഞാൻ പറഞ്ഞ പോയിട്ടില്ല. ഞാനാണ് നിന്റെ അടുത്ത് പറഞ്ഞത് അത് പോണില്ല. അപ്പുറത്തൊഴിക്ക് ചേച്ചി ഇപ്പുറത്തൊഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇല്ലാത്ത കാര്യം പറയല്ലോ, മനസ്സിലായോ? ആവശ്യമില്ലാതെ പറയരുത്. ഒഴിക്കാതെ ശരിയല്ലാത്തോണ്ടല്ലേ ചേച്ചി പറഞ്ഞ. ചേച്ചി അല്ലേ ഈ പ്രശ്നം ഉണ്ടാക്കി വെച്ചത്. നീ പോന്ന്, നിന്റെ പേര് ഞാൻ പറയണില്ലെന്ന്. പറഞ്ഞില്ലെങ്കിൽ കമ്പനിയിലേക്ക് പോണ്ടേ? പിന്നെ നീ പോ, നിന്റെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കല്ലേ കമ്പനിയിൽ. എന്താണ് ഫ്രീ ആയിട്ട് വിട്ടെങ്കിൽ? ചേച്ചി അത് ചെയ്ത ജോലി തെറ്റായതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും പ്രശ്നം വന്നത്. ശരി, ഞാൻ ചെയ്ത തെറ്റ്, നീ ചെയ്ത ശരി. അതുകൊണ്ടാണ് നീ ഇപ്പൊ അന്ന് മുതൽ കമ്പനിക്ക് ഫുൾ ജോലി നിനക്ക്. എനിക്ക് എങ്ങനെ ഇനി ജോലി കിട്ടും? എന്ത് കുഴപ്പം? ഇവിടെ പോയില്ലേ? കമ്പനിയിലെ മേഡം അല്ലേ ഇവിടെ നിക്കണ. നീ പോ ധൈര്യമായിട്ട്. ഒരു കാര്യം ചെയ്യ്, പൈസ ആരാന്ന് വെച്ചാൽ എടുക്കി, ഞാൻ വണ്ടി ചേച്ചി തരും പൈസ. ചേച്ചി പൈസ കൊടു. ചേച്ചി ഇപ്പന്റെ പൈസ ഇല്ല. പൈസ ഇല്ലേ? ഹലോ, പൈസ ഇല്ലേ? പൈസ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? പൈസ തരും മേഡം, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. സാധനം ശരിയാക്കാൻ നിങ്ങൾ വിടുവോ? പൈസ ഇല്ല. ആരെ ഇത് എനിക്കറിയില്ല. ഒരു ലേഡി ഇവിടെ പൈസ തരും. പൈസ തരും. ഇല്ല ഇപ്പം പൈസ. അന്ന് പൈസ വാങ്ങിച്ചാ വേഗം ആവട്ടെ. നിങ്ങൾ ഇപ്പം ഈ കുട്ടി നിങ്ങൾ കമ്പനി പണി നിങ്ങൾ പൊക്കോ. എനിക്ക് ആ സ്ത്രീ പൈസ തന്നോട്ടെ. അവരെ മാനോട് സംസാരിക്കുന്നത്. പൈസ എന്റെ ഇല്ല. ഇല്ലാതല്ലേ പറഞ്ഞത്. ഗൂഗിൾ പേ കാണും. നോക്കി എന്തിട്ട് കാണും? ഒന്നുമില്ല ഇതില്. എടുത്തു കൊടു. വേഗം ആവട്ടെ, പെട്ടെന്ന്. ഞാൻ തരും. പൈസ തരും. സാറിന്റെ മൊബൈൽ ഇരിക്കണല്ലേ, ആ മൊബൈൽ വിറ്റ് എത്ര രൂപ കിട്ടും? എന്റെ ഇരിക്കുന്ന ലക്ഷങ്ങളല്ലേ ഉള്ളതാണോ? എന്റെ സാറിന്റെ അല്ലേ എന്റെ. നിങ്ങളെ ഫോൺ എത്ര എനിക്കറിയില്ല. ഞാൻ അത് സാധാരണ ഒരു ഫോണാണ്. അതെ, പേരെന്താ ഫോണിന്റെ? രാജു എന്നോ മണിയെന്നോ ഇട്ട് അത് വിഷയം ഇടുക. അതല്ലല്ലോ ഇപ്പൊ വിഷയം. ഇപ്പൊ എത്ര കിട്ടും? ഒരു 10,000-2,000 കിട്ടുമായിരിക്കും. എത്ര? വണ്ടിയിൽ എത്ര? വണ്ടിയിലെല്ലാം കൂടെ 8,250 രൂപ ആവും. എല്ലാം കൂടെ അണ്ട ലേബർ ചാർജ് കൂടി ചേർത്ത് വേണം. ലേബർ ചാർജ് വേണ്ട. അത് അവരെ മാനസികാവസ്ഥ എനിക്ക് അത്ര ഇത് പറ്റില്ല. അത് പോട്ട്, അത് വിഷയമല്ല. പോട്ട് മിണ്ടാരി. എന്ത് ഒരു കാര്യം ചെയ്യും, ഞാൻ പൈസ തന്നവരെ ഇത് വെച്ചേക്ക്. പൈസ തന്നവരെ എന്റെ വണ്ടി. അയ്യോ, കാറാണോ? പക്ഷെ പോകാൻ പറ്റില്ല. അല്ല അത്ര മേശരി ഒരു മിനിറ്റ്. മേശരി അത് വാങ്ങിക്കൊണ്ട് വരട്ടെ. അല്ല, അവർക്ക് അത്രയും വിഷമായി. കാരണം അറിയാം, കൂടെ കൊണ്ടുവന്നിട്ട് അവർ ഒറ്റ കൊടുത്തപ്പോൾ അവർക്ക് അത്ര വിഷമായി. ഇത് ഞാൻ മേശരി അതല്ല, നിങ്ങൾ അവര് ഒരുമിച്ച് വന്നതാണ്. നീ ഇങ്ങോട്ട് മാറിയില്ല കൊച്ചെ. നീ തന്നെ വിളിച്ചോണ്ട് വന്നവരാ. നീ തന്നെ വിളിച്ചോണ്ട് വന്നിട്ട് നീ ഇപ്പൊ എന്തോന്ന് കാണിച്ചത്? അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കും. ഇത്ര ആൾക്കാരും വെച്ച് നിങ്ങൾ ഒത്തൊരുമയോടെ നിന്നിരുന്നെങ്കിൽ ഈ രണ്ടുപേരും ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടാ? നിങ്ങൾക്ക് പ്രോഡക്റ്റ് രണ്ടുപേരെയല്ലേ? തന്നെ ഇവര് മാത്രം ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അല്ലല്ലോ, ആണോ? അല്ല, പക്ഷെ അവര് തെറ്റ് കാണിച്ചോണ്ടല്ലേ എനിക്ക് തെറ്റിന് വരൂലേ? അവരുടെ തോരുമായി അവർക്ക് അങ്ങ് കരയാൻ പറ്റും. എനിക്ക് അവരുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഞാൻ പറയട്ടെ, ആ വണ്ടിയുടെ താക്കോല് ഇവര് തരണമെന്നുണ്ടെങ്കിൽ അവരെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചു നിങ്ങൾ ആലോചിക്കണം. അവളൊരു പേന പോലും തന്നിട്ടില്ല. നീ എന്തെങ്കിലും കൊടുത്താ? മാഡത്തിന് പൈസ ഉണ്ടല്ലോ കയ്യില്. നിന്റെ ചേലം പിടിച്ചും കണ്ട അങ്ങനെ അല്ലല്ലോ. ആ കൊച്ചിന്റെ ഈ മാഡത്തിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ കൊടുക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ പതുക്കെ നിങ്ങൾ കൊണ്ട് പറ്റുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് തന്നാൽ. ഈ കൊച്ചിയുടെ സമ്മതിക്കണം. ഈ കുട്ടിയുടെ ഇല്ല, രണ്ടുപേരും ഒരു ഭാഗമാണ്. അവര് മാത്രം എനിക്ക് എന്റെ പൈസ ഒന്നുമില്ല. വീണ്ടും ഞാൻ ഒന്നും ചെയ്തില്ല. അടി കൊള്ളാനുള്ള സംസാരിക്കരുത്. ഞാൻ ഒന്നും ചെയ്തില്ല. ഈ ചേച്ചിയാണ് ചെയ്തത്. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. മുഖം നോക്ക്, നീ കരച്ചിൽ നോക്ക്. അല്ല മേഡം, ഇങ്ങനെ ഉള്ളതിനൊക്കെയാണ് സ്റ്റാഫായിട്ട് നിങ്ങൾ എടുത്തു വെച്ചേക്കുന്നത്. ബാച്ച് അത് ശരിയുള്ള വളരെ മോശമായി പോയിട്ടാ. അവരെന്തുമാത്രം വിഷമായി പോയെന്ന കൂടെ വന്നിട്ട് ഈ ഒരു കമ്പനിയുടെ ഇതായിട്ട് വന്നിട്ട് ഒറ്റപ്പെടുത്തിയല്ലേ. അപ്പൊ നിങ്ങളെ കൊണ്ട് വേറെ എവിടെയെങ്കിലും ഈ മാഡം പോയെങ്കിലാ? ഇവിടെ ആയതുകൊണ്ട് ഞാൻ വന്ന് രക്ഷപ്പെടുത്തി. വണ്ടി ഈ കാർ ഈ ഒന്നാം വണ്ടികൾ സൂക്ഷിക്കാൻ വണ്ടി എവിടെ ഇരിക്കണേ? മാഡം പോവാൻ പറ്റൂല ഇവിടെ. മാഡം നിങ്ങൾ വിഷമിക്കണ്ടെങ്കിൽ വരി, നമുക്ക് തീർപ്പുണ്ടാക്കാം. ഇതാദ്യം നിങ്ങൾ പിടിക്കും പറയണ കേക്ക് ഇങ്ങ് വരി.
മേഡം ഇങ്ങോട്ട് വരി. ഇല്ല ഇത്രയും വിഷമിച്ച് ഇതായ നമുക്ക് വണ്ടി വേണ്ട, വണ്ടിയുടെ ചാവി മേടിച്ചോ. വണ്ടി വേണ്ട. നിങ്ങൾ അങ്ങനെ വരി. മാഡം പറയുന്നേക്ക്, വരി, ഇങ്ങ് വരി. പറയുന്നേക്ക് സംസാരം. കുറേശ്ശെ തന്ന് തീത്തോളാം വിട്. കുറേശ്ശെ അങ്ങനെയല്ല, അങ്ങനെ ശരിയാ, എന്നെ അപ്പഴേ എനിക്ക് തന്നാ മതി, അതുവരെ വേണ്ട. അല്ല മേഡം ഇങ്ങ് വരി. അല്ല മേഡം ഇങ്ങ് വരി. ഞാനാണ് വിളിക്കാൻ വരി. വിളിക്കല്ലേ ചെല്ല്. എന്റെ കോമ്പൗണ്ട് വിട്ട് പോകാൻ പറ്റൂല. മേശിരി മാച്ചിൽ വിളിക്കല്ലേ, മാച്ചിൽ പറയട്ടെ. കുഴപ്പമൊന്നുമില്ല. മാച്ചിൽ പറയട്ടെ. മാച്ചിൽ പറഞ്ഞിട്ട് പോയി. പറയുന്നേക്ക് വാ. മാച്ചിൽ വരി, വരി. മാച്ചിൽ പറഞ്ഞേ. പോ, നീ പോ. നീ പോ. അവള് നീ ഇവിടെ നിൽക്ക്. പോട്ടെ. എത്ര ദേഷ്യം ഉണ്ടോന്നാണ് പിന്നെ ദേഷ്യം എനിക്ക് എടുത്താ. ദേഷ്യമൊന്നുമില്ല. വാ 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 പറയുന്നേക്ക് പറയുന്നേക്ക്. ഞാൻ കൊടുത്തോളാം. നീ ഇങ്ങോട്ട് വന്നില്ല. മാഡം, മാഡത്തിന്റെ 1 രൂപയും നമുക്ക് വേണ്ട. പറഞ്ഞു മനസ്സിലായ? നിങ്ങൾ അല്ലല്ല, നിങ്ങൾ ശുദ്ധിയാണെന്ന് നമുക്ക് മനസ്സിലായി. അവര് പോവാൻ പറഞ്ഞിട്ടേ അവരാ മനസ്സുണ്ടല്ല, നീ പൊക്കോ, ഞാൻ ഇത് ഏറ്റോളാന്ന് പറഞ്ഞില്ലേ? മാഡം ആണല്ലോ ചെയ്തത്, അപ്പൊ ഏക്കണം. അവളെ വായിലൊന്ന് കൊടുത്താണ് മേശരി. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാ നിങ്ങളെ വണ്ടി എടുത്താ. സാർ വെച്ചിട്ട് ഞാൻ നന്നായി തന്നിട്ട് എടുത്തു. നന്നാക്കി തിരക്കണ്ട. അവര് മറ്റേ കേരള കോമതിക്കാര് നന്നായിക്കോളും. കൗമുദി ടിവിയുടെ ടീമുകാർ വന്ന് വണ്ടി നന്നായിക്കോളും. അവരടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോട്. കാര്യം അവരെ നമ്മള് എന്ന് വെച്ചാൽ കൗമുദി ടിവിയിലെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രാങ്ക് ഷോ ഇല്ലേ, ആ ടീം വന്ന് ശരിയാക്കി തരും. മനസ്സിലായോ? ഇത് പ്രാങ്ക് ഷോ ആണ്. മാഡം ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. നിങ്ങൾ ശുദ്ധിയാണെന്ന് നമുക്കറിയാം. നേരെ ഇങ്ങോട്ട് വന്നിക്ക്. നിങ്ങൾ അങ്ങനെ ഒരു നിന്റെ കൈ കൊണ്ട് തന്നെ കൊടു. സന്തോഷമായിട്ട് വ്യക്തോട് പറയും, ഇത് ഓമായി കൊടുക്കുന്ന കൗമുദി ടിവിയുടെ ഒരു പ്രാങ്ക് ഷോ ആണ്. കണ്ടാ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇത് നിങ്ങളുടെ സുഹൃത്ത് നമ്മളെ വിളിച്ച് പറഞ്ഞാണ് നിങ്ങൾ അവിടെ വിളിച്ചു വന്നേ. ആദ്യം കുറച്ച് ആൾ ബോൾഡായി നോക്കി, പിന്നെ പറ്റാവുന്ന പിന്നെ നിവർത്തിയില്ല. ഒന്നി ഇവിടെ കൊല്ലണം, അല്ലെങ്കിൽ വണ്ടിയുടെ പൈസ കൊടുക്കണം. പക്ഷെ അപ്പോഴും പറഞ്ഞെന്തറിയാമോ, നീ രക്ഷപ്പെട്ടു പോക്കോ. ഞാൻ നിന്നെ പറഞ്ഞു വിടാനുള്ള മനസ്സാണ്. അതെ 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 അതെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കലാണ്. ഗാന്ധിമിത്ര മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ നായർ സാറിൻ്റെ വീട്ടിലാണ് ഇന്ന് ഷൂട്ട് നടന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോവും. നമുക്കൊരു പാവത്വം തോന്നുന്ന ഒരാളാണ് നമുക്കിന്ന് കിട്ടിയത്, പ്രതിഭ മാഡം. പ്രതിഭ മാക്സിമം ട്രൈ ചെയ്തല്ലേ പ്രതിഭ, ഇങ്ങനെ വന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് ഇവിടെ. അതിപ്പോൾ ഇരട്ടിപ്പണിയായി, അതായത് സഹായിക്കാൻ ചെന്നത് നമുക്ക് അബദ്ധമായിട്ട് മാറി എന്നുള്ള അവസ്ഥയായിപ്പോയി അല്ലേ? എന്ത് തോന്നി സത്യം പറഞ്ഞു? ഞാൻ ഭയങ്കരമായിട്ട് വിഷമം തോന്നി അല്ലേ? കൂടെ നിന്നവര് ചെയ്തപ്പോ കൂടെ നിന്നിട്ട് ഒറ്റ കൊടുത്തോളാം. പക്ഷേ നമുക്ക് വിഷമം തോന്നി, അതായത് നമുക്ക് തോന്നി എന്താണെന്നറിയാമോ, കൂടെ നിന്ന ആള് ഒറ്റ കൊടുത്തപ്പോഴും തിരിച്ചൊറ്റ കൊടുക്കാൻ മനസ്സനുവദിച്ചില്ല എന്നുള്ളതാണ്. ഇല്ല എന്നോട് പറഞ്ഞു പൊക്കോളൂ നിക്കണ്ട പൊക്കോ. പാറുവിൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. എന്തായിരുന്നാലും വളരെ സന്തോഷം. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷവും സ്വീകരിക്കുക. ആദ്യം കൗമുദി ടിവിയുടെ ക്യാഷ് പ്രൈസാണ്, സ്വീകരിക്കണം. കൂടാതെ മെൻസ് വേൾഡ് ബാലരാമപുരം എന്ന നെയ്യാറ്റിൻകരയും ഡീപ്പോൾ കാർ ആൻഡ് ബൈക്ക് വാഷും നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.